नमस्ते बच्चे। आज एक कविता पढ़ेंगे। कविता का नाम है भगवान की डाकिए। भगवान के डाकिए എന്നൊരു കവിത അല്ലേ നമ്മൾ പഠിക്കുന്നത്. ഭഗവാന്റെ ഡാക്കിയെ, അതായത് ഈശ്വരൻ്റെ അല്ലെ, ഈശ്വരനായിട്ട്. ഡാക്കിയ മീൻസ് ആരാണ്? പോസ്റ്റ്മാൻ. ഡാക്കിയ ആരാണ്? പോസ്റ്റ്മാൻ. അപ്പോൾ ഈശ്വരൻ എന്താണ് അയച്ചിരിക്കുന്ന ഇല്ലേ, എടുത്ത് കൊണ്ടുതരാൻ അല്ലെ, ആരെ നിയോഗിച്ചിരിക്കുന്ന അല്ലെ, പ്രകൃതികൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു കൊച്ചു കവിതയാണ് നമ്മളിത് പഠിക്കുന്നത്. ഈ കവിത रामधारी सिंह दिनकर ने लिखा है। कविता रामधारी सिंह दिनकर ने लिखा है। एक कविता रामधारी सिंह दिनकर ने लिखा है। भगवान के डाकिए नामक कविता कौन लिखा है? रामधारी सिंह दिनकर ने लिखा है। उनका जन्म बिहार में हुआ था। उनका जन्म कहाँ है? बिहार में। जन्म बिहार में। जन्म बिहार में। रामधारी सिंह दिनकर का जन्म बिहार में हुआ था। दिनकर जी को ज्ञानपीठ पुरस्कार मिला അല്ലേ. അദ്ദേഹത്തിന് ജ്ഞാൻപീഠ് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഏത് അദ്ദേഹത്തിൻ്റെ കൃതി ഉർവശി എന്ന് പറയുന്ന കൃതിക്കാണ് ജ്ഞാൻപീഠ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഉർവശി. उनकी प्रमुख कृतियां रेणुका, कुरुक्षेत्र, परशुराम, ഇത് കാവ്യമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഗദ്യകൃതികൾ വരുന്നത് ഏതൊക്കെയാണ്? അർദ്ധനാരീശ്വർ, उजलिया, साहित्यमुखी, रेती के फल, रेती के फूल आदि के गद्य। रामधारी सिंह भगवान के डाकिए नामक कविता रामधारी सिंह दिनकर ने लिखा है। भगवान के डाकिए नामक कविता रामधारी सिंह दिनकर ने लिखा है। उनका जन्म बिहार में। उनकी प्रमुख कृति रेणुका, कुरुक्षेत्र, परशुराम, काव्यसंग्रह, अर्धनारीश्वर, उजलिया, साहित्यमुखी, रेती के फूल आदि गद्य कृति। उर्वशी नामक कृति को ज्ञानपीठ पुरस्कार में मिला। देखो एक छोटा देखो, पक्षी और बादल ये भगवान के डाकिए हैं, जो एक महादेश से दूसरे महादेश को जाते हैं। हम तो समझ नहीं पाते हैं, मगर उनकी नाई चिड़िया, पेड़ पौधे, पानी और पहाड़ बांधते हैं। पक्षी और बादल ये भगवान के डाकिए हैं, जो एक महादेश से दूसरे महादेश को जाते हैं। हम तो समझ नहीं पाते हैं, मगर उनकी नाई चिड़िया, पेड़ पौधे,
മേഘമാണ്. പക്ഷി, ബേർഡ്, ബാദൽ ക്ലൗഡ് ആണ്. അപ്പോൾ കവി പറയുന്നത് എന്താണ്? പക്ഷി और बादल ये भगवान के डाके हैं. പക്ഷിയും അല്ലേ, ബേർഡ് ഇല്ലേ, ബേർഡും ബാദലും പക്ഷിയും മേഘവും എന്താണ്? ഈശ്വരന്റെ അല്ലെ, ദൈവത്തിന്റെ എന്താണ്? ഡാക്കിയയാണ്. ഡാക്കിയ പോസ്റ്റ് അല്ലേ, ലെറ്റർ കൊണ്ടുതരുന്ന ആണ് അല്ലേ, ആണെന്നാണ് പറയുന്നത്. जो एक महादेश से दूसरे महादेश को जाते हैं. महादेश मीन्स എന്താണ്? വിശാൽ ദേശ്. മഹാദേശ്, വിശാൽ ദേശ്. മഹാദേശ്, മഹാദേശ്, വിശാൽ ദേശ്. വിശാൽ ദേശ് അതായത് दूसरे जो एक महादेश से दूसरे महादेश ദേശത്തിൽ നിന്ന് ഇല്ലേ, വലിയ വിസ്തൃതമായ ദേശത്തിൽ നിന്ന് ദൂസരെ മഹാദേശത്തോട്ട് അല്ലെങ്കിൽ വിശാലമായ ദേശത്തോട്ട് പോകുന്നു. हम तो समझ नहीं पाते हैं मगर उनकी लाई चिड़िया पेड़ पौधे पानी और पहाड़ हम तो समझ नहीं पाते. हम तो समझ नहीं पाते. നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മീൻസ് മനുഷ്യർ പക്ഷെ അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കുന്നില്ല അല്ലെ. ഭഗവാന്റെ എന്താണ് സന്ദേശവും വഹിച്ചുകൊണ്ട് പോകുന്നവരാണ് പക്ഷികൾ, പിന്നെ മേഘം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. पेड़ पौधे पानी और पहाड़ बांधते हैं. പക്ഷെങ്കിൽ पेड़ पौधे വൃക്ഷലതാദികൾ, വെള്ളം ഇല്ലേ, പർവ്വതങ്ങൾ ഇവയെല്ലാം എന്ത് മനസ്സിലാക്കുന്നു? ഈ ഭഗവാന്റെ സന്ദേശം മനസ്സിലാക്കുന്നു. देखो एक बार देखो पक्षी और बादल ये भगवान के डाकिए हैं जो एक महादेश से दूसरे महादेश को जाते हैं. हम तो समझ नहीं पाते हैं मगर उनकी लाई चिट्ठियाँ पेड़ पौधे पानी और पहाड़ बांधते हैं. അപ്പോൾ നമുക്ക് ലെറ്റർ കൊണ്ട് തരുന്നത് ആരാണ്? പോസ്റ്റ്മാൻ അല്ലേ. സർക്കാരി എന്താണ്? സർക്കാരി ഡാക്കിയ അല്ലേ, സർക്കാർ ജോലി ചെയ്യുന്ന അല്ലേ, ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആൾ പോസ്റ്റ്മാൻ. നമുക്കറിയാം, നിങ്ങളുടെ വീട്ടിലൊക്കെ എഴുത്തുകൾ പിന്നെ എന്താണ് മണി ഓർഡർ കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇല്ലേ, പല കാര്യങ്ങൾ പോസ്റ്റുകൾ. അപ്പം ആരെ കൊണ്ട് തരുന്നത്? പോസ്റ്റ്മാനാണ് അല്ലേ. ജിസ് പ്രകാർ സർക്കാരി ഡാക്കിയ ഹമാരെ ലിയെ പ്രിയജനോं का संदेश लाता है. എപ്രകാരമാണോ എന്താണ് നമ്മുടെ സർക്കാരി ഡാക്കിയ, നമ്മുടെ സമൂഹത്തിൽ അല്ലേ, നമ്മുടെ ഡാക്കിയ നമുക്ക് നമ്മുടെ പ്രിയജനങ്ങളുടെ അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സന്ദേശം നമുക്ക് എത്തിച്ചു തരുന്നത്. ഉസി പ്രകാർ എന്താണ്? പ്രകൃതിയുടെ ഡാക്കിയ ഇല്ലേ, നമ്മുടെ പ്രകൃതിയുടെ ഡാക്കിയ പോസ്റ്റ്മാൻ ആരായിട്ടാണ് വരുന്നത്? പ്രകൃതിക്ക് അല്ലെങ്കിൽ ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ആരാണ് പറയുന്നത്? ബേർഡ് അല്ലേ, പക്ഷി ഓർ ബാദൽ. അതൊക്കെ ആരാണ് പിന്നീട് പഠിക്കുന്നത്? ആ പക്ഷിയും മേഘങ്ങൾ കൊണ്ടുവരുന്ന ആ സന്ദേശം പഠിക്കുന്നത് ആരാണെന്നാണ് പറയുന്നത്? पेड़ पौधे पानी और पहाड़. മനസ്സിലായോ? देखो पक्षी और बादल ये भगवान के डाकिए हैं जो एक महादेश से दूसरे महादेश को जाते हैं. हम तो समझ नहीं पाते हैं मगर उनकी लाई चिट्ठियाँ पेड़ पौधे पानी और पहाड़ बांधना. बांधना मीन्स എന്താണ്? बांधना मीन्स വായിക്കുക. बांधना पड़ता है അല്ലേ, ബാഞ്ചന പടുത്താ പഠിക്കുക അല്ലേ. ദൈവം തരുന്ന ആ പ്രകൃതിയിലെ ദൈവം അയക്കുന്ന പ്രകൃതിയിലെ സന്ദേശവാഹകരാണ് ആര്? ബേർഡ്സും പിന്നെ എന്താണ് മേഘങ്ങളും. അപ്പോൾ അവർ കൊണ്ടുതരുന്ന സന്ദേശങ്ങൾ വായിക്കുന്നത് ആരാണെന്നാണ് പറയുന്നത്? നമ്മുടെ ഭൂമിയിലെ ആരാണ്? ജീവജാലം അല്ലേ. पेड़ पौधे पानी തഥാ മൗണ്ടൻ അല്ലേ, പഹാഡ് പർവ്വതങ്ങൾ ആണ് പഠിക്കുന്നത്.
ആ ഫസ്റ്റ് പാരയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാവ്യാംശുമേം എന്താണ് കാവ്യാംശുമേം ഡാക്കിയ പോയിന്റ് ഈ തന്നിട്ട് ആ ഭാഗത്തിലെ അല്ലേ ആ പദ്യഭാഗത്തിലെ എന്താണ് ഡാക്കിയ ആരാണ് പാഠഭാഗമേ അല്ലേ കാവ്യാംശുമേം ഡാക്കിയ പോയിന്റ് ആരാണ് കാവ്യത്തിലെ ഡാക്കിയ എന്ന് പറയുന്നത് പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് ആരെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷി ഓർ ബാദൽ काव्यांश में ढाके कौन है पक्षी और बादल अपोळेंताണ് एक बार देखो पक्षी और बादल ये भगवान के डाकिए हैं जो एक महादेश से दूसरे महादेश को जाते हैं हम तो समझ नहीं पाते हैं मगर उनकी लाई चिट्ठियाँ पेड़ पौधे पानी और पहाड़ बांधते हैं जिस प्रकार सरकारी डाकिए हमारे लिए प्रियजनों का संदेश हमें हमारे लिए संदेश अല്ലെ हमारे लिए प्रियजनों का संदेश നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സന്ദേശം ആര് തരുന്നു നമ്മുടെ ഡാക്കിയ നമ്മുടെ പോസ്റ്റ്മാൻ കൊണ്ട് തരുന്ന പോലെ ഉസി പ്രകാർ പ്രകൃതി ഡാക്കിയ हमारे लिए അല്ലേ എന്താണ് പ്രകൃതിക്ക് അതുപോലെ സന്ദേശം കൊടുക്കാൻ ആര് വരുന്നുണ്ട് പക്ഷി അല്ലേ ബേർഡ്സ് മേഘങ്ങൾ മനസ്സിലായോ അപ്പോൾ काव्यांश में डाकिए कौन है काव्यांश में डाकिए कौन है काव्यांश में डाकिया ആരൊക്കെയാണെന്ന് പറയുന്നത് പക്ഷി और बादल അടുത്തത് हम तो केवल यह आंकते हैं कि एक देश की धरती दूसरे देश को सुगंध भेजती है और वह सौरभ हवा में तैरते हुए पक्षियों की पंखों पर तिरता है और एक देश का भाग दूसरे देश में पानी बनकर गिरता है देखो हम तो केवल यह आंकते हैं कि एक देश की धरती दूसरे देश को सुगंध भेजती है और वह सौरभ हवा में तैरते हुए पक्षियों की पंखों पर तिरता है और एक देश का भाग दूसरे देश में पानी बनकर गिरता है ഇവിടെ എന്താണ് പറയുന്നത് पृथ्वी पर एक स्थानों की पृथ्वी पर हम तो केवल यह आंकते हैं കണക്കൂടുന്നതാണ് एक देश की धरती दूसरे देश को सुगंध भेजती है एक देश की धरती അതായത് ഒരു രാജ്യത്തിലെ ഭൂമി എന്താണ് दूसरे देश को सुगंध അടുത്ത ഒരു ദേശത്തോട്ട് എന്ത് അയക്കുന്നു സുഗന്ധ സുഗന്ധ भेजती है सुगंध मीन्स फ्रेग्रेंस നന്മ सुगंध फ्रेग्रेंस पांख मीन्स विंग्स ആണ് പാങ്ക് തന്നെ പാങ്ക് വിങ് ഹാർട്ട് മീൻസ് സ്റ്റീം എന്താണ് പറയുന്നത് हम तो केवल यह आंकते हैं कि एक देश की धरती दूसरे देश को सुगंध भेजती है और वह सौरभ सौरभ എന്ന് പറഞ്ഞാലും സുഗന്ധമാണ് സൗരഭ് സൗരഭ് എന്ന് പറഞ്ഞാലും സുഗന്ധമാണ് സൗരഭ് हवा में तैरते हुए पक्षियों की पंखों पर तिरता है और एक देश का भाग दूसरे देश में पानी बनकर गिरता है എന്താണ് പറയുന്നത് पृथ्वी पर एक स्थानों के फूलों की महक हवा में तैरता है അല്ലേ ഭൂമിയിൽ എന്താണ് ഒരു സ്ഥലത്ത് നിൽക്കുന്ന പൂവ് വേറൊരു ദേശത്തോട്ട് വേറെ കുറച്ച് സ്ഥലത്തോട്ട് മാറി അല്ലെ കുറച്ച് അതിൻ്റെ സുഗന്ധം നമുക്ക് അനുഭവപ്പെടും हम तो केवल यह आंकते हैं कि एक देश की धरती दूसरे देश को सुगंध भेजती है അല്ലേ നറുമണം പൂക്കളുടെ അല്ലാതെ എന്താണ് അവർക്ക് തന്നെ എന്ന് വെച്ചിട്ടല്ല അല്ലെ ആ ഒരു സ്ഥലത്തിന് മാത്രം പ്രകൃതിയിലെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്
അതിന് പ്രകൃതി നമുക്കാണ് എല്ലാം തരുന്നത്. പ്രകൃതി നമുക്ക് ഓരോ കാര്യങ്ങൾ തരും. അല്ലാതെ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞൊരു വ്യക്തമില്ല. എന്താണ് ഇത്? നമുക്ക് നമ്മൾ മനുഷ്യരെല്ലാവരും കൂടെ അനുഭവിക്കുന്നു അല്ലേ? പ്രകൃതി തരുന്ന കാര്യങ്ങൾ നമ്മൾ മനുഷ്യർ അനുഭവിക്കുന്നു അല്ലേ? പഴങ്ങളായാലും ഫ്രൂട്ട്സ് അല്ലേ, നമുക്ക് വരുന്ന എന്താണ് അല്ലേ, നമുക്ക് വരുന്ന വെജിറ്റബിൾസ്, പിന്നെ എന്താണ് പല പല കാര്യങ്ങൾ, ഫ്രൂട്ട്സ്, ഇതെല്ലാം നമുക്ക് എന്താണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതിന് അനാദികാലം മുന്നേ ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇതെല്ലാം ദൈവം തരുന്നു അല്ലേ? പിന്നെ പ്രകൃതി നമുക്ക് നേരത്തെ കിട്ടുന്നു എന്നുള്ളതാണ് വരുന്നത്. दूसरे देश को सुगंध भेजती है और वह സൗരഭ ഹവാ മേ തൈരത്തെ. അല്ലാതെ ഇത് ഇവിടെ മാത്രം നിന്നാൽ മതി, അങ്ങോട്ടേക്കില്ല, അവർക്കില്ല എന്ന് പറഞ്ഞ് പ്രകൃതി കാണിക്കുന്നുണ്ടോ? വ്യത്യാസം കാണിക്കുന്നുണ്ടോ? ഇല്ല. എല്ലായിടത്തും അത് അടുത്തു നല്ല മറ്റുള്ളവരുടെ എങ്ങനെയാണ് ഈ സന്ദേശങ്ങൾ അല്ലെ പോകും? എങ്ങനെയാണ് ഒരു പൂവിൻ്റെ അരി വീഴുക, അതൊരു സ്ഥലത്ത് വീഴാൻ ചിലപ്പോൾ കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത വേറെ സ്ഥലത്തോട്ടായിരിക്കും പോയി വീഴുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ബേർഡ്സ് അതിൻ്റെ പഴങ്ങളുടെ വിത്തുകൾ, സീഡ്സ് എന്താണ് ബേർഡ്സ് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കുമ്പോൾ അത് വേറൊരു സ്ഥലത്തായിരിക്കും വീഴുന്നത്. അപ്പോൾ അതവിടെ ആ ചെടി എന്താണ് മുളച്ചു വരുന്നത്. दूसरे देश को सुगंध भेजती है और वह सौरभ हवा में तैरते हुए पक्षियों की पंखों पर तिरता है। और एक देश का भाग दूसरे देश में पानी बनकर गिरता है. പിന്നെ അതുപോലെ പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു സ്ഥലത്ത് വെള്ളം കുളമുണ്ട് അല്ലെങ്കിൽ നദിയുണ്ട്. അപ്പോഴെന്താണ് അവിടുത്തെ വെള്ളം എന്താണ്? ഭാപ്പ് മീൻസ് സ്റ്റീം, ആവിയായിട്ട് പോവുക അല്ലേ? കുളത്തിലെ അല്ലെ നദികളിലെ വെള്ളം അല്ലെ സമുദ്രത്തിലെയൊക്കെ വെള്ളം അല്ലേ, തോടുകളിലെയൊക്കെ വെള്ളം ആവിയായിട്ട് പോയിട്ട് ചിലപ്പോൾ അത് അവിടെ അല്ലായിരിക്കും മഴ പെയ്യുന്നത്, പിന്നെയോ വേറൊരിടത്തായിരിക്കും മഴ പെയ്യുന്നത് ഇല്ലേ? അപ്പോൾ വേറൊരാൾക്ക് ആ പ്രകൃതി അത് കൊടുക്കുകയാണ് അല്ലേ? പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടുകയുമാണ്. पक्षियों की पंखों पर तिरता है और एक देश का भाग दूसरे देश में पानी बनकर गिरता है. എന്താണ് പറയുന്നത്? पृथ्वी पर एक स्थानों के फूलों की महक हवा में तैरकर तथा पक्षियों के पंखों पर सवार होकर दूसरे देश में जाती है. एक देश के तालाब, झीलें व नदियों का पानी എങ്ങനെയാണ് വരുന്നത്? പാനി ഭാപ്പുണ്ടാകെ ഇല്ലേ? നിങ്ങൾ മഴ പെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? അപ്പം നീരാവിയായി പോയിട്ട് അത് ചിലപ്പോൾ ആ സ്ഥലത്ത് തന്നെ അല്ല, ഇപ്പോൾ ആ കുളം നിന്ന സ്ഥലത്ത് തന്നെ അല്ലായിരിക്കും മഴ പെയ്യുന്നത്, അത് വേറൊരു സ്ഥലത്തോട്ട് പോയായിരിക്കും, വേറെ സ്ഥലത്തായിരിക്കും മഴ പെയ്യുന്നത്. और किसी अन्य देश में बरस जाता है. प्रकृति के डाके न तो किसी सीमा में बंद कर अല്ലേ? പ്രകൃതിയിലെ പോസ്റ്റ് അല്ലേ, അല്ലെ പ്രകൃതിയിലെ സന്ദേശമായി അല്ലേ? പ്രകൃതിക്ക് ഡാക്കിയെ न तो किसी सीमा में അല്ലേ? അവരെ ഒരു അതിരിട്ടല്ല നിൽക്കുന്നത് അല്ലെ, ഞങ്ങൾ ഇന്നടത്ത് മാത്രമേ നിൽക്കൂ എന്ന് പ്രകൃതി വിചാരിക്കുന്നില്ല അല്ലേ? ഞങ്ങൾ ഇന്ന സ്ഥലത്ത് മാത്രമേ മഴ പെയ്യൂ, ഈ കുളത്തിലെ വെള്ളം എന്താണ് വെള്ളമാണ് നീരാവിയായിട്ട് പോയത്, അപ്പോൾ ഈ സ്ഥലത്ത് മഴ പെയ്യട്ടെ എന്ന് പ്രകൃതി വിചാരിക്കുന്നില്ല, അത് വേറൊരു സ്ഥലത്തായിരിക്കും പെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? देखो पक्षी और पहले पर നോക്കൂ. पक्षी और बादल ये भगवान के डाकिए हैं जो एक महादेश से दूसरे महादेश को जाते हैं. हम तो समझ नहीं पाते हैं मगर उनकी लाई चिड़िया पेड़ पौधे पानी और पहाड़ बांधते हैं. जिस प्रकार सरकारी डाकिया हमारे लिए प्रियजनों का संदेश लाता है, उसी प्रकार प्रकृति डाकिए എന്താണ് हमारे लिए അല്ലേ? പ്രകൃതിയിലെ ഡാക്കയിൽ എന്താണ് നമുക്ക് ഭഗവാൻ കാ സന്ദേശ്, നമുക്ക് എന്ത് ചെയ്തു? ഈശ്വരൻ്റെ സന്ദേശങ്ങൾ തരുന്നു. അത് പ്രകൃതിയിൽ കൂടിയാണ് നമുക്ക് ആ സന്ദേശങ്ങൾ ആര് തരുന്നതെന്നാണ് പറയുന്നത്? ഈശ്വരൻ തരുന്നത്. അതായത് പക്ഷികളിൽ കൂടിയും മേഘങ്ങളിൽ കൂടിയും ഒക്കെ ഈശ്വരൻ നമുക്ക് എന്ത് തരുന്നു? ആ സന്ദേശങ്ങൾ നൽകുന്നു. പക്ഷേ അത് ആരും മനസ്സിലാക്കത്തില്ല, മനുഷ്യർ മനസ്സിലാക്കത്തില്ല. ഭഗവാൻ की डाकियों का चिट्ठी कौन पढ़ता है അല്ലെ? ഈശ്വരൻ കൊടുക്കുന്ന അല്ലെ സന്ദേശം അല്ലെ ആ എഴുത്ത് ആരാണ്? ചിട്ടി മീൻസ് ലെറ്റർ, ചിട്ടി ലെറ്റർ. ഭഗവാൻ നൽകുന്ന അല്ലെ ഡാക്കിയോ അല്ലെ സന്ദേശം ഭഗവാനായിരിക്കുന്ന അല്ലെ പോസ്റ്റ്മാൻ കൊടുക്കുന്ന എഴുത്ത് വായിക്കുന്നത് ആരാണെന്നാണ് പറയുന്നത്?
पेड़ पौधे पानी और पहाड़. पेड़ पौधे पेड़ വൃക്ഷങ്ങൾ പൗധെ ചെടികൾ പിന്നെ ആരാണ് പഹാഡ് പർവ്വതങ്ങൾ ഓർ പാനി അതൊക്കെയാണ് ഈശ്വരൻ തയ്ക്കുന്ന ഈശ്വരൻ്റെ സന്ദേശങ്ങൾ എന്താണ് വായിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന പ്രകൃതിയിലെ ആൾക്കാർ അത് നമുക്ക് മനസ്സിലാക്കുന്നു. नेक्स्ट हम तो केवल एक आंकते हैं कि एक देश की धरती दूसरे देश को सुगंध भेजती है और वह सौरभ हवा में तैरते हुए पक्षियों की पंखों पर गिरता है और एक देश का भाग दूसरे देश में पानी बनकर गिरता है. हम तो केवल यह आंकते हैं कि एक देश की धरती दूसरे देश को सुगंध भेजती है और वह सौरभ हवा में तैरते हुए पक्षियों की पंखों पर गिरता है और एक देश का भाग दूसरे देश में पानी बनकर जाता है. पृथ्वी पर एक स्थानों में रखे फूलों की महक हवा में तैरकर तथा पक्षियों के पंखों पर सवार होकर दूसरे देश में जाती है. അല്ലേ പറയുന്നത് എന്താണ് ഭൂമിയിൽ പക്ഷി അല്ലെ ഭൂമിയിലെ സുഗന്ധം അല്ലെ പൂക്കളുടെ സുഗന്ധം എങ്ങനെ പോകുന്നു ഒന്ന് കാറ്റ് കൊണ്ടുപോകുന്നു പിന്നെ പക്ഷിയുടെ പങ്ക് ബേർഡ്സിൻ്റെ ഒക്കെ ചിറകിൽ കൂടി എന്താണ് ആ സുഗന്ധം മറ്റിടത്തോട്ട് വ്യാപിക്കുന്നു. दूसरे देश में जाती है. एक देश के പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ് एक देश के तालाब झील एवं नदियों का पानी का भाव बनकर उठता है. അല്ലേ ഒരു സ്ഥലത്തുള്ള എന്താണ് തോടുകൾ നാല പിന്നെന്താണ് നദി ആദിക്ക് പിന്നെ ജൽ എന്താണ് ഭാവ് ബൻകർ ഉണ്ടായി അല്ലേ നീരാവിയായിട്ട് അല്ലേ ഭാവ് ബൻകർ പൊങ്ങിപ്പോയിട്ട് എന്തായിട്ട് വരുന്നു ബർസ്താഹെ മഴയായിട്ട് പെയ്യും. അതും അപ്പോൾ ആ സ്ഥലത്തല്ല പെയ്യുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ പ്രകൃതി എന്താണ് വേറൊരാൾക്ക് അത് നല്ലതായിട്ട് എന്താണ് അവർക്കും മറ്റുള്ളവർക്കും കൂടി കൊടുക്കുകയാണ്. പ്രകൃതിക്ക് ഡാക്കിയെ നോ കിസി സീമാമി അല്ലെ പ്രകൃതിയിലെ സന്ദേശവാഹകരും എന്താണ് അവർ അതിന് വിട്ട് അല്ലേ ഞങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞില്ല അവരെല്ലാവർക്കും അത് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. जिनकी लाई चिट्ठियाँ എന്താണ് മനുഷ്യനെ പഠിപ്പാते हैं. പക്ഷി और बादल പ്രകൃതി के ഡാക്കിയ അല്ലേ പക്ഷി और ബാദലാണ് അല്ലേ പ്രകൃതിയിലെ എന്തെന്ന് പറയുന്നത് ഡാക്കിയ. എന്താണ് സാധാരണ ഡാക്കിയ की तरह हमारे लिए संदेश देता है. ദുഃഖി സത്യം പറഞ്ഞ ഒരു കാര്യമുണ്ട് ദുഃഖത്തിൻ്റെ ഒരു കാര്യമാണ് ज्ञानी कहलाने वाले मनुष्य അത് उनकी लाई चिट्ठियों समझने की माता അല്ലേ എല്ലാം അറിയാം എന്ന് വെക്കുന്ന മനുഷ്യർ പ്രകൃതിയിലെ ഈ സന്ദേശത്തെ അല്ലേ എന്താണ് അവർ വായിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകൃതിയുടെ ഈ പ്രകൃതി ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങളൊന്നും അവർ മനസ്സിലാക്കുന്നില്ല അല്ലേ മരങ്ങളൊക്കെ വെട്ടിക്കളയുക ഇല്ലേ നദികളൊക്കെ അല്ലെ തോടുകൾ അതൊക്കെ ചിലവരുണ്ട് നികത്തുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പ്രകൃതിയിലെ നല്ല നല്ല കാര്യങ്ങൾ എന്താണ് നശിപ്പിക്കാതെ ഇരിക്കുക. പക്ഷെ അത് മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതുകൊണ്ട് ഈ സന്ദേശം हमारे समझ में नहीं आता. पानी में पानी पेड़ पहाड़ इन्हीं भली प्रकार घटता है. ഇതൊക്കെ പാനി എന്താണ് പഹാഡ് ഇതൊക്കെ നല്ല രീതിയിൽ എന്താണ് പ്രകൃതിയിലെ സന്ദേശം അല്ലെ ഈശ്വരൻ്റെ അല്ലേ ഇതൊക്കെ മനസ്സിലാക്കുന്നു. देखो बच्चों एक बार देखो पक्षी और बादल ये भगवान के डाकिए हैं जो एक महादेश से दूसरे देश को जाते हैं. हम तो समझ नहीं पाते हैं मगर उनकी लाई चिट्ठियाँ पेड़ पौधे पानी और पहाड़ बांटते हैं. हम तो केवल एक आंकते हैं कि एक देश की धरती दूसरे देश को सुगंध भेजती है और वह सौरभ हवा में तैरते हुए पक्षियों के पंखों पर गिरता है और एक देश का भाग दूसरे देश में पानी बनकर गिरता है.
समझा है? देखो मैंने एक बार पूछा, एक क्वेश्चन पूछा, भगवान के डाकिए नामक कविता कौन लिखा है? भगवान के डाकिए नामक कविता कौन लिखा है? रामधारी सिंह दिनकर ने लिखा है। उनका जन्म कहाँ है? उनका जन्म बिहार में। പിന്നെ ദിനകർ ജിക്ക് ഉർവശി നാമक കൃതി को ज्ञानपीठ पुरस्कार मिला. അദ്ദേഹത്തിന്റെ ഉർവശി എന്ന് പറയുന്ന കൃതിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഏത് അവാർഡ് കിട്ടിയിട്ടുണ്ട്? ज्ञानपीठ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി ഉनकी प्रमुख കൃതികൾ ഏതൊക്കെയാണ്? അദ്ദേഹത്തിന്റെ രേണുക, കുരുക്ഷേത്ര, ഉർവശി, പരശുരാം, അതൊക്കെ കാവ്യങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഗദ്യകൃതി അർദ്ധനാരീശ്വർ, ഉജലിയാഗ, സാഹിത്യമുഖി, രേഖ, ഫൂൽ, അതൊക്കെ അദ്ദേഹത്തിന്റെ ഗദ്യ സാഹിത്യങ്ങൾ ആണ്. बच्चे देखो इस पाठ का अभ्यास प्रश्न देखो. बादल, बादल मीन्स क्लाउड. बादल, बादल, क्लाउड. चिट्ठी, चिट्ठी मीन्स लेटर. आज्ञा, बस. पंख मीन्स विंग. चलो, पहाड़, माउंटेन. पहाड़, माउंटेन. बादल, क्लाउड, चिट्ठी, लेटर, आज्ञा, बस, पंख, विंग, पंख, विंग, पहाड़, माउंटेन. बांछना, पर्याय शब्द, पर्याय शब्द बांछना. बांछना मीन्स पटना, सस्वर पढ़ना, नल्लवर सस्वर पढ़ना, सस्वर पढ़ना. पंख, पंख, पंख. सौरभ, सुगंध, सुभाष. तो पर्याय शब्द बांछना, पटना, सस्वर पटना, पंख, पंख, पंख. सौरभ, सुगंध, सुभाष. देखो भगवान के डाके नामक कविता के कवि कौन है? ആരാണ് എഴുതിയിരിക്കുന്നത്? रामधारी सिंह दिनकर. नेक्स्ट है, कवि ने पक्षी और बादल को भगवान के डाके क्यों बताए के स्पष्ट कीजिए. भगवान ने पक्षी और बादल को भगवान के डाके क्यों बताया है? എന്താണ് കവി പറയുന്നു? പക്ഷിയും മേഘവും ഈശ്വരന്റെ എന്താണ് സന്ദേശവാഹകർ അല്ലെ, പോസ്റ്റ്മാൻ അല്ലെ, ഡാക്കിയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? സ്പष्ट कीजिए. कवि ने पक्षी और बादल को भगवान के डाकिए इसलिए कहा है क्योंकि जिस प्रकार डाकिए संदेश लाने का काम करता है उसी प्रकार पक्षी और बादल भगवान का संदेश हम तक पहुंचाता है. कवि ने पक्षी और बादल को भगवान के डाकिए इसलिए कहा है. എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ട്? ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ജിസ് പ്രകാർ ഡാക്കിയെ സന്ദേശ് ലാനേക, എപ്രകാരമാണ് ഒരു പോസ്റ്റ്മാൻ സന്ദേശങ്ങൾ കൊണ്ടുവരുന്നത്, ഉസി പ്രകാർ പക്ഷി ഓർ ബാദൽ, അതുപോലെ പക്ഷിയും മേഘങ്ങളും എന്താണ് ഭഗവാൻ കാ സന്ദേശ് ഇല്ലേ, ഈശ്വരൻ്റെ സന്ദേശം എന്താണ് നമ്മളിലും എത്തിക്കുന്നു. उनके लाए संदेश को हम भले ही न समझे पाए അല്ലേ. പക്ഷെ അത് നമ്മൾ മനുഷ്യരായ നമുക്ക് അതെന്താണ് മനസ്സിലാക്കുന്നില്ല.
पर पेड़ पौधे पानी और पहाड़ से भली प्रकार पढ़ समझ പക്ഷേ അത് മനസ്സിലാക്കുന്നത് ആരാണ്? पानी पहाड़ पेड़ पौधे आदि। जिस तरह बादल और पक्षी दूसरे देश में जाकर भी भेदभाव नहीं करते उसी तरह हमें भी आचरण करना चाहिए। ഇതുപോലെ എന്താണ് പക്ഷിയും മേഘങ്ങളുമൊക്കെ എന്താണ് ദൂസരേ ദേശമേ ജാക്കർ വേറൊരു ദേശത്ത് പോയി അവർക്ക് എന്താണ് വേറൊരു വ്യത്യാസമൊന്നുമില്ലാതെ ഇതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും അവർ ചെയ്യുന്നു. എന്താണ് അതായത് ഇപ്പം ഒരു സന്ദേശങ്ങൾ ഭഗവാൻ സന്ദേശങ്ങൾ അവർ എന്താണ് അയക്കുന്നത്. അതായത് പക്ഷി അല്ലേ സുഗന്ധം വേറൊരിടത്ത് എന്താണ് സുഗന്ധം പക്ഷിയല്ല സുഗന്ധം വ്യാപിപ്പിക്കുന്നതെങ്കിലും പൂക്കളാണ് സുഗന്ധം അല്ലേ, പൂക്കളിൽ നിന്നാണ് സുഗന്ധമുള്ളത്. അന്നേരം എന്താണ് അതിൻ്റെ വാഹകരായിട്ട് പോകുന്നു ആര്? ഈ ബേർഡ്സ്. അതിൻ്റെ ചിറകിലാണെന്നാണ് കവി പറയുന്നത്. ചിറക് പിന്നെന്താണ് ചിറകിലാണ് പോകുന്നത്. പിന്നെന്താണ് പറയുന്നത്? അടുത്ത് എന്താണ് വൃക്ഷലതാദികൾ ഇല്ലേ, ഫ്രൂട്ട്സൊക്കെ കാറ്റടിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഫ്രൂട്ട്സ് ഉണങ്ങി വല്ലതും നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ സീഡ്സ് അടുത്ത സ്ഥലത്തോട്ട് പോയി വീഴുന്നു, പിന്നെ അത് അവിടെ കിടന്ന് കിടച്ചു ഇല്ലേ. അങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് ഈശ്വരൻ നമുക്ക് വേണ്ടി പ്രകൃതിയിലൂടെ ചെയ്തു തരുന്നത്. പക്ഷി അവർ ബാദൽ ദ്വാര നായി ഗയി ചിട്ടിയോं को कौन-कौन पढ़ जाते हैं सोच कर लिखिए। പക്ഷി അവർ ബാദൽ ദ്വാര ലായി, അതായത് മേഘവും പക്ഷിയും വഴി നമുക്ക് കിട്ടുന്ന അല്ലേ ചിട്ടിയോ ലായികയും ചിട്ടിയോ ഈ ലെറ്റർ ആരാണ് പഠിക്കുന്നത്? സോച്ച്കർ ആരാണ് എഴുതുന്നതെന്നാണ്. ചിട്ടിയോങ്കോ ആരാണ് പഠിക്കുന്നത്? പക്ഷി അവർ ബാദൽ ദ്വാര ലായികയും ചിട്ടിയോങ്കോ कौन पढ़ता है? पेड़ पौधे पानी और पहाड़ पढ़ जाता है। आगे पेड़ पौधे पानी और पहाड़ पढ़ जाते हैं। पक्षी और बादल प्रेम सद्भाव और एकता का संदेश एक देश से दूसरे देश को भेजते हैं। ആ വരികളുടെ ഭാവമാണ്. അതായത് പക്ഷി അവർ ബാദൽ ദ്വാര ലായി ഗയി ചിട്ടിയോ എന്താണ് പറയുന്നത്? പക്ഷി അവർ ബാദൽ प्रेम सद्भाव और एकता का संदेश का देश से दूसरे देश को भेजते हैं। पक्षी और बादल ये भगवान के डाकिए हैं जो एक महादेश से दूसरे देश को जाते हैं। हम तो समझ नहीं पाते हैं मगर उनकी लाई चिट्ठियाँ पेड़ पौधे पानी और पहाड़ बाँचते हैं। नेक्स्ट प्रकृति देश में भेदभाव नहीं करती। एक देश से उठा बादल दूसरे देश में बरस जाता है और एक देश का भाप दूसरे देश में पानी बनकर गिरता है. അവിടെ വരുന്നത് എന്താണ്? അതിൻ്റെ ഭാവം അതിൻ്റെ ആശയം എന്താണ് വരുന്നത്? അത് ഏത് ലൈൻസിലാണ്? പ്രകൃതി देश में भेदभाव नहीं करती एक देश से उठा बादल दूसरे देश में बरस जाता है. അപ്പോൾ വരുന്നത് അവിടെയാണ് വരുന്നത്. അതായത് പ്രകൃതിക്ക് എന്താണ് നമ്മുടെ നേച്ചറിന് യാതൊരു വിധത്തിലുള്ള ഭേദഭാവങ്ങളുമില്ല. പക്ഷേ എന്താണ് അത് ഹെൽപ്പ് ചെയ്യുന്നു ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം. എങ്ങനെയാണ് പ്രകൃതി ഹെൽപ്പ് ചെയ്ത്? ഇപ്പം മഴ പെയ്യുമ്പോൾ ഒരു പോണ്ടിലെ വെള്ളം നീരാവിയായിട്ട് പോകും. പക്ഷെ ചിലപ്പോൾ ആ കുളം നിൽക്കുന്ന സ്ഥലത്തല്ലായിരിക്കും മഴ പെയ്യുന്നത്, വേറൊരിടത്ത് ആയിരിക്കും. नेक्स्ट पक्षी और बादल की चिट्ठियों में पेड़ पौधे और पहाड़ क्या पढ़ पाते हैं? पक्षी और बादल की चिट्ठियों में पेड़ पौधे और पहाड़ क्या पढ़ पाते हैं? എങ്ങനെയാണ് അവരത് പക്ഷിയുടെ ബാദലിൻ്റെയൊക്കെ ആ ലെറ്റർ അല്ലേ എങ്ങനെയാണ് വൃക്ഷലതാദികൾ വായിക്കുന്നത്? എങ്ങനെയാണ്? പക്ഷി और बादल की चिट्ठियों में पेड़ पौधे पानी और पहाड़ भगवान के भेजे एकता और सद्भावना का संदेश को पढ़ता है. എന്താണ് ഈശ്വരൻ തരുന്നതാണ് അല്ലെങ്കിൽ അയക്കുന്നതാണ് എന്ന് വെച്ചാൽ എന്താണ്? ഏകത और सद्भावना के संदेश को पढ़ पाते हैं. नदियाँ समान भाव से सभी लोगों में अपने पानी को बांटती है. അല്ലേ അതുപോലെ തന്നെ
നദികൾ എന്താണ്? ഇതെല്ലാം സൃഷ്ടിച്ചത് എന്താണ്? ഈ പ്രകൃതി ലോകം സൃഷ്ടിച്ചത് ഈശ്വരനാണ്. അപ്പോൾ അതിലെല്ലാം എന്താ ഉൾപ്പെടുന്നു? ഈ നദികളും ഈ ജീവജാലങ്ങളും എല്ലാം വൃക്ഷലതാദികളും എല്ലാം ഉൾപ്പെടുന്നു. അപ്പോൾ എന്താണ്? നദിയും എന്താണ്? ഒരു സ്ഥലത്ത് മാത്രമാണ് നദി വെള്ളം കൊടുക്കുന്നതല്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അത് എല്ലായിടത്തും അതിൻ്റെ സഹായവും ഇല്ലേ അത് എത്തുന്നുണ്ട്. പഹാഡ് സബ്കെ സാത്ത് ഖടാ അല്ലേ, എല്ലാവരും ഒരുപോലെ അതിങ്ങനെ നിലകൊള്ളുന്നു, ഉറച്ച് ഇരുന്ന് നിലകൊള്ളുന്നു. पेड़ पौधों अपने फल फूल व सुगंध बांटते हैं, कभी भेदभाव नहीं करते. അതുപോലെ തന്നെ പൂക്കളും പഴങ്ങളും എല്ലാം എന്താണ് അതുങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലും എന്തില്ല? ഭേദഭാവം കാണിക്കുന്നില്ല. അടുത്തത് एक देश की धरती दूसरे देश को सुगंध भेजती है, कथन का भाव स्पष्ट कीजिए. ഒരു ദേശത്ത് ഭൂമി അല്ലേ, ഇപ്പം ഇത് കേരളമാണ് അല്ലെങ്കിൽ വേറെ എന്താണ്, അപ്പം ഇവിടുത്തെ എന്തെങ്കിലും അല്ലേ സുഗന്ധം അടുത്ത ദേശത്തോട്ട് അയക്കുന്നു. കഥൻ ക ഭാവം, ആ പറച്ചിലിൻ്റെ ആ ഭാവം ആശയം സ്പഷ്ടമാക്കാൻ. एक देश की धरती अपने सुगंध व्यापार को पक्षियों के माध्यम से दूसरे देश को भेजकर സദ്ഭാവന का संदेश भेजती है അല്ലേ. എല്ലാവരും എങ്ങനെ ഇരിക്കണം? സദ്ഭാവന, ഓരോപോലെ ഐക്യമായിട്ടിരിക്കാനുള്ള സന്ദേശമാണ് നൽകുന്നത്. धरती अपनी भूमि में उगने वाले फूलों को सुगंध को हवा से, पानी को बादलों के रूप में भेजती है അല്ലേ. ഭൂമിയിൽ ഉണ്ടാകുന്ന ചെടികൾ എങ്ങനെയാണ്? ആ ചെടികളിലെ പൂക്കൾ സുഗന്ധം കൊടുക്കുന്നു, ആർക്ക് സുഗന്ധം ഉണ്ടാകുന്നു. അപ്പോൾ ആ സുഗന്ധം കൊണ്ട് ആര് പോകുന്നു? ഹവ അല്ലേ പോകുന്നു. പാനിക്കോ ബാദലോകെ രൂപി, വെള്ളം എങ്ങനെയാണ് അതിന് പിന്നിൽ സഹായിക്കുന്നത്? ബാദലോകെ രൂപി, വെള്ളം ഉണ്ടെങ്കിൽ ബാദൽ, അത് ബാഷ്പമായിട്ട് വെള്ളം ബാഷ്പമായിട്ട് നീരാവിയായിട്ട് പോയിട്ട് മഴയായി പെയ്യുന്നു എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ബാദലോകെ രൂപമേ भेजती है. हवा से उड़ते हुए पक्षियों के पंखों पर प्रेम प्यार की सुगंध तैरकर दूसरे देश तक पहुंच जाती. हवा में उड़ते हुए पक्षियों के पंखों അല്ലേ, കാറ്റിൻ്റെ ദിശയിലാണ് പക്ഷിയിൽ എന്താ അവൻ്റെ ചിറകിൽ സ്നേഹമുണ്ട് അല്ലേ. സുഗന്ധ തൈർക്ക് ദൂസരെ ദേശക്കാരുടെ സ്നേഹവും അല്ലെ ആ സുഗന്ധവും ഒക്കെ എന്താണ്? അതായത് പൂക്കളുടെയൊക്കെ സുഗന്ധവും അതിന് പക്ഷി തൻ്റെ ചിറകിൽ വഹിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നത്. पहुंच जाती है. इस प्रकार एक देश की धरती दूसरे देश को सुगंध भेजती है. पक्षियों और बादल की चिट्ठियों के आदान प्रदान को आप किस दृष्टि से देख सकते हैं? पक्षी और बादल की चिट्ठियों के आदान प्रदान को हम प्रेम, सौहार्द और आपसी सद्भाव की दृष्टि देख सकते हैं. അതായത് ബേർഡ്സും മേഘങ്ങളും തമ്മിലുള്ള സന്ദേശത്തിൻ്റെ കൊടുക്കൽ വാങ്ങലിൽ നമ്മൾ ആദാനപ്രദാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക വാങ്ങൽ, അതിൽ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? പക്ഷി और बादल की चिट्ठियों के आदान प्रदान को हम പ്രേമ, സ്നേഹമുണ്ട്, സൗഹാർദ്ദമുണ്ട് അല്ലേ, സൗഹാർദ്ദമുണ്ട്, പിന്നെ ആപസി സദ്ഭാവം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സമഭാവനയും ഉണ്ട്. അതാണ് നമ്മളതിൽ കാണുന്നത്. आज विश्व में कहीं भी संवाद भेजने और पाने का एक बड़ा साधन इंटरनेट है. पक्षी और बादल की चिट्ठियों की तुलना इंटरनेट से करते हुए 10 पंक्तियां लिखी. എന്താണ്? ഇന്ന് ലോകത്ത് പല സംവാദങ്ങൾ, കോൺവെർസേഷൻ ഒക്കെ നടക്കുന്നത് എങ്ങനെയാണ്? ഏത് മീഡിയയിൽ കൂടിയാണ്? ഇന്റർനെറ്റ് വഴിയാണ്. പക്ഷി और बादल की चिट्ठियों की तुलना, അതായത് ഈ മേഘം, ബേഡ്സ്, പക്ഷികൾ, അതിൽ എന്താണ് ഈ എഴുത്തിൻ്റെ തുലന, താരതമ്യം ഇൻ്റർനെറ്റുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അത് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷി और बादल प्रकृति के अनुसार काम करते हैं, किंतु इंटरनेट मनुष्य के अनुसार काम करते हैं. പക്ഷി और बादल, പക്ഷി ബേഡ്സും മേഘങ്ങളും ഒക്കെ എന്താണ് പ്രകൃതി അനുസരിച്ചാണ് അവരുടെ ജോലി ചെയ്യുന്നത് അല്ലേ. കിന്തു പക്ഷേ ഇന്റർനെറ്റ് മനുഷ്യക്ക് ആൻസർ, ഇന്റർനെറ്റ് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യക്ക് അല്ലേ, മനുഷ്യന് വേണം അല്ലേ അത് വർക്ക് പ്രവർത്തിപ്പിക്കാൻ, എന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. बादल का कार्य प्रकृति प्रेमी को प्रभावित करती है. പക്ഷി और बादल का कार्य धीमी गति से होता है. പിന്നെയുണ്ട് ഇവരെയാണ് സന്ദേശവാഹകരാക്കി വെച്ചിട്ടുള്ളതെങ്കിൽ എന്താണ്? പക്ഷിയും ഈ മേഘവുമാണെങ്കിൽ അത് ധീമി ഗതി എന്ന് വെച്ചാൽ എന്താണ്? മന്ദഗതി, സ്ലോയിലാണ് പോകത്തുള്ളൂ, കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇൻ്റർനെറ്റിൻ്റെ കാര്യം തീവ്രം, പക്ഷേ ഇൻ്റർനെറ്റിലാണെങ്കിലോ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടക്കും.
इंटरनेट एक व्यक्ति से दूसरे व्यक्ति तक बात पहुंचने का ही सरलता तेज माध्यम अല്ലേ ഇന്റർനെറ്റ് എന്താണ് വ്യക്തികളോട് ദൂസരെ വ്യക്തി ഇപ്പം നമുക്ക് ഒരാളെ അല്ലേ ഇപ്പം എന്തെല്ലാം എന്താണ് മീഡിയ അല്ലേ നമുക്ക് ഇന്റർനെറ്റ് വഴി നമുക്ക് ലഭ്യമാകുന്നത് കാരണം കാണാൻ കഴിയുന്നു നമുക്ക് ദൂരെയുള്ള ആൾക്കാരോട് പെട്ടെന്ന് സംസാരിക്കാൻ കണ്ടോട് സംസാരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നത് അങ്ങനെയാണ് കാണുന്നത് हमारे जीवन में डाके की भूमिका क्या है इस विषय पर एक अनुच्छेद लिखो എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഡാക്കിയ ആരാണ് പോസ്റ്റ്മാൻ അദ്ദേഹത്തിൻ്റെ അല്ലേ എന്താണ് സ്വാധീനം അല്ലേ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് इस विषय पर एक अनुच्छेद लिखिए डाकिया वह सरकारी कर्मचारी होता है जिसका हमारे जीवन से घनिष्ठ संबंध होता है डाकिया എന്ന് പറയുന്നത് ആരാണ് സർക്കാരി കർമ്മചാരി സർക്കാർ ഉദ്യോഗസ്ഥനാണ് ജോലിക്കാരനാണ് ജിസ്സ ഹമാരെ ജീവൻ സെ അതേപോലെ നമ്മളും തമ്മിൽ നല്ലൊരു ബന്ധം നല്ലൊരു റിലേഷൻ ഉണ്ട് കാരണം എന്താ അറിയാമല്ലോ നിങ്ങൾക്ക് പണ്ട് കാലത്ത് കുറേ വർഷങ്ങളൊക്കെ ഒന്നും ആയിട്ടില്ല എന്നാലും ഈ ഇൻ്റർനെറ്റും ഈ മൊബൈൽ ഫോണും ഒക്കെ വരുന്നതിന് മുന്നേ എന്തായിരുന്നു നമുക്ക് ഒക്കെ മറ്റുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾക്കുള്ള എഴുത്തയക്കുക ഗ്രീറ്റിങ്സ് പിന്നെന്താണ് മണി ഓർഡറൊക്കെ വരുന്നത് ഇതൊക്കെ പോസ്റ്റൽ വഴിയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ് അങ്ങനെ വരുന്നുണ്ടേ ഈ നമുക്ക് നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരുന്നത് ആരായിരുന്നു പോസ്റ്റ്മാൻ ആയിരുന്നു वह पत्र मणियों आदि अंदर पहुंचाते हैं जिसका इंतजार हम सभी को होता है ഇല്ലേ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ആരിരിക്കും വീട്ടിലുള്ളവരെല്ലാം ഇരിക്കും ഇല്ലേ ദൂരത്തുള്ളവരുടെ ലെറ്റർ വരുന്നത് അല്ലേ അങ്ങനെ വരുന്നത് വായിക്കാൻ മണി ഓർഡർ കിട്ടുന്ന ആ ദിവസം ഇന്ന് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ വീട്ടുകാർ ഇരിക്കും हमारे प्रियजनों निकट संबंधियों की सभी खबरें लाता है जो कभी तो मनुष्य को खुशी से भर देती है तो कभी गम से सागर में डूब देती है ग्रामीण क्षेत्रों में मणि ऑर्डर केतु डाकिया की राग देगी ग्रामीण ക്ഷേത്രം എന്ന് വെച്ചാൽ അമ്പലം അല്ല ഏരിയ വില്ലേജ് ഏരിയയിലൊക്കെ എന്താണ് ഈ പോസ്റ്റ്മാനെ പ്രതീക്ഷിച്ച് ആൾക്കാരിരിക്കും എന്തിനാ മണി ഓർഡറൊക്കെ വരുമ്പോൾ അവർക്ക് നോക്കിയിരിക്കുന്നു പോസ്റ്റ്മാൻ വന്നു എന്നുള്ളത് ചോദിച്ചു അവരെപ്പോൾ എന്തായിരുന്നു മനസ്സിലാക്കി ദേവദൂത് ആയി അവർ കരുങ്ക ചൂൽക്ക ഇല്ലേ ദേവദൂതൻ അപ്പം മണി ഓർഡറായിട്ട് വരുമ്പോൾ ചില വീടുകളിലൊക്കെ എന്താണ് സാമ്പത്തികത്തിൽ പൈസ കുറവ് കാണുമ്പോൾ ഈ മണി ഓർഡർ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ കിട്ടുമ്പോൾ ആരെങ്കിലും അവർക്ക് അയച്ചത് കിട്ടുമ്പോൾ അന്നാണ് അവർക്ക് എന്താണ് കരുങ്ക ചൂൽഹാഞ്ചലി എന്ന് വെച്ചാൽ എന്താണ് അടുപ്പിൽ തീ പുകയുക എന്ന മീനിങ്ങാണ് വരുന്നത് ഇസ്ത്ര ഹം സക്തി ഡാക്കിയേക്ക എന്ന അങ്ങനെ എന്താണ് നമ്മൾ ഡാക്കിയുടെ എന്താണ് ഡാക്കിയെ പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കുന്നായിരുന്നു बच्चों ये पाठ समाप्त हो चुकी है अच्छी तरह पढ़ो धन्यवाद।